നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂരിൽ വന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷായി റെഡിയായി ഈ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളായിരിക്കും ഇന്നത്തേത്. അപ്പം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതേ നമ്മൾ റെഡിയായിട്ട് തൊട്ടടുത്തൊരു വി ആർ ആണോ വി എം ആർ ആണോ അങ്ങനെ എന്തോരു മാളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോട്ടൽ ഇരിക്കുന്നത് റൂം ഇരിക്കുന്നത് ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതിലെന്തായാലും പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഒരു സമയം ഒരു 7 മണി 7:30 8 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പം വലിയ ഷോപ്പിംഗ് മാളാണ്, പക്ഷേ ഒരു മനുഷ്യന്മാർ പോലില്ല. വി ആർ ആണ് കേട്ടോ. ഒരു ആരുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ചുമ്മാ അതിലേക്ക് കറങ്ങി നടന്നു. പക്ഷെ 1-2 ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. കേട്ടോ. ചേട്ടാ ഉണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ എത്തിയും ഞങ്ങൾ H&Mലാണ് കയറിയത്. അപ്പം വളരെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് H&M ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നല്ല ഓഫറുകൾ ഉണ്ടാകും, പക്ഷേ ഇന്നൊന്നും പ്രത്യേകിച്ചൊരു ഓഫർ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നല്ല ചെപ്പൽസ്, നല്ല എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ചെപ്പൽസ്, ഷൂസ്, ബനിയൻസ്, ടീഷർട്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് സംഭവങ്ങൾ ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നു. നമ്മളവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നതിൽ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, അവർ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. ജസ്റ്റ് നമുക്കിന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം H&Mലാണ് നമ്മൾ ആദ്യം കയറിയ ഷോപ്പ്. പിന്നെ കയറിയത് നമ്മൾ സ്റ്റുഡിയോയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ കയറിയത് സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോയിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു, പിള്ളേർക്കൊക്കെ ഉള്ള നല്ല ഡ്രസ്സുകളുണ്ടായിരുന്നു. എല്ലാം 199 രൂപ, 299, 399 അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ്സുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെരുപ്പ്, നെയിൽ പോളിഷ്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓഫറുകളുണ്ടായിരുന്നു. പിള്ളേർക്ക് അതുപോലെ തന്നെ 69 റുപ്പീസിൻ്റെയൊക്കെ ബനിയൻ. ഇതേണ്ട വലിയ ഇത്രയും നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്ത്, അതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കിടന്ന ഈ ഒരു ഷോപ്പിംഗ് മാള് ഞങ്ങൾ കാണാണ്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി കയറി മക്കളെ. എവിടെ ഇത്രയും വലിയ ഷോപ്പിംഗ് മാൾ അതായിരുന്നു നമ്മുടെ ഹോട്ടൽ കേട്ടോ. വേവേളി എന്നാണോ അതെന്നെ എങ്ങനെയാ പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. അതാണ് ഷോ. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇവിടെ എങ്ങാണ്ടല്ലോ റൂം കിട്ടിയത്. അപ്പോൾ ഇത് കണ്ടില്ലായിരുന്നോ? ഇത് നമ്മൾ ആ ഊളയിൽ കയറിയിട്ട് 2 KFCയും കഴിച്ച്. ഏതാ
അതുകൊണ്ട് ഞങ്ങൾ H&M ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി ഫോണിക്സ് സ്മാർട്ട് സിറ്റിയിലേക്ക് എത്തിയാണ്. ഫോണിക്സ് ആണ്. ഇത്രയും വലിയ ഷോപ്പിംഗ് മാൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഗൈസ്. കാരണം ഞങ്ങൾ മന്ദബുദ്ധികളായതുകൊണ്ട് കൂടെ വന്നത് ഏറ്റവും വലിയ അതുകൊണ്ട് ഒട്ടും അറിയില്ല. ഞങ്ങളിതുണ്ട് ബാംഗ്ലൂരിൻ്റെ നൈറ്റ് ലൈഫ് പകർത്താമെന്നോർത്ത് ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും കേട്ടോ, മനുഷ്യന്മാർ പോലില്ല, ഞങ്ങൾ മാത്രം ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക കേട്ടോ. ബാംഗ്ലൂർ നൈറ്റ് ലൈഫാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാത്രിയില്ല, സമയമില്ല. എവിടെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? രാത്രിയില്ല, സമയമില്ലാണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ കേട്ടോ. ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്തായാലും ഫ്യൂണിക്സ് ഷോപ്പിംഗ് സെൻറ്ററിലോട്ടൊന്ന് കയറാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് പോയി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത്രയും വലിയ സെൻറ്റർ. അമ്മേ, അതെന്താ നിമ്മി? ചക്കയോ? ചച്ചാച്ചാ. അങ്ങനെ അതേ ഞങ്ങൾ ഫ്യൂണിക്സ് ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏകദേശം ആ മറ്റേ ഷോപ്പിംഗ് മാളിൽ കയറിയ സമയത്ത് ഇതിനകത്ത് കയറിയാൽ മതിയായിരുന്നു. ശരിക്കും ഞങ്ങളത് കണ്ടില്ല. അതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ലേറ്റായി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഷോപ്പുകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഈ പബ്ബുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറിയപ്പോൾ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആണ്. അപ്പം ഞങ്ങളൊന്ന് കയറി ഒന്ന് കാണാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ അടിപൊളി ഷോപ്പിംഗ് മാളാണ് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാൻ കഴിയത്തില്ല. അത്രയ്ക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ VR എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിലുള്ള ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമിൽ നിന്ന് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളൊക്കെ കാണാം. ആൾക്കാരിങ്ങനെ കയറി പോകുന്നതും ഇറങ്ങി പോകുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും അതിനകത്ത് പോയി നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അതിൽ പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയും ചെയ്ത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആൾക്കാർ ഇത്ര കുറവെന്ന്. അപ്പോൾ അതിലും വലിയ സംഭവം ഇപ്പുറത്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു മാള് കണ്ടത് കേട്ടോ. അപ്പം ബാംഗ്ലൂർ ലൈഫിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്, ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നൊരു സംഭവമാണ് പബ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു മാളിൽ ചെന്നപ്പോൾ കണ്ടത് ഈ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞങ്ങളൊന്ന് പോയതാണ്. പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ്, അവർ ഉള്ളിലോട്ടൊന്നും കയറ്റില്ല. അവർ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കും. ആണോ ഗൈസ്? അപ്പോൾ ബാംഗ്ലൂരിലെ അടിപൊളി കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു രാത്രിയിലെ കാഴ്ച മാത്രം ഞാനിവിടെ, ചെറിയ ഒരു ഷോപ്പിംഗ് മാളിലെ കാഴ്ച മാത്രം ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാനെന്നുള്ളൊരു ടൈമില്ല എന്ന് പറയാം. അപ്പോൾ ബാംഗ്ലൂർ ലൈഫ് അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചെന്നിടത്തോളം, ഞാൻ ഒരു ദിവസം 2 ദിവസം നിന്നിടത്തോളം നല്ല അടിപൊളിയാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്കെല്ലാം കണ്ട് കറങ്ങിയൊക്കെ വരാം. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വിസിറ്റിംഗ് അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നാളെ ഒന്നും കൂടെ ഈ ഒരു മാളിലോട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും നടക്കുമെന്ന് അറിയത്തില്ല. ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഒരു പ്രൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബാംഗ്ലൂരിലെ ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഫ്യൂണിക്സ് ഷോപ്പിംഗ് മാൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കണ്ടു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ്. അടുത്ത സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.